നമസ്കാരം. പശ്ചിമ ബംഗാൾ ഗവർണറായി തമിഴ്നാട് ഗവർണറായിരുന്ന ആർ എൻ രവിയെ നിയോഗിച്ച കേന്ദ്ര സർക്കാർ നടപടി ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന മലയാളിയായ ഡോക്ടർ സി വി ആനന്ദ ബോസ് ഗവർണർ സ്ഥാനം രാജിവെച്ചത്. തുടർന്നാണ് ആർ എൻ രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. ആർ എൻ രവി തമിഴ്നാട് ഗവർണറായിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ സംസ്ഥാന സർക്കാർ, അതായത് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ സർക്കാരുമായി നിരന്തരമായ ഏറ്റുമുട്ടലിൻ്റെ പാതയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. സർവകലാശാലയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ മറ്റു പല വിഷയങ്ങളുമൊക്കെ തന്നെ പല ബില്ലുകളും പിടിച്ചു വയ്ക്കുന്ന അവസ്ഥ വരെ എത്തിയ സ്ഥിതിഗതികൾ അന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആനന്ദ ബോസിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാൾ സർക്കാരുമായി പല കാര്യങ്ങളും അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സർക്കാരുമായി സഹകരിച്ചു പോകാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും ഒരു നിലപാട്. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ സി വി ആനന്ദ ബോസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് രാഷ്ട്രീയക്കാരെ ഭംഗിയായി മെരുക്കി കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഏതായാലും അദ്ദേഹത്തിന് പകരമായി എത്തുന്ന വ്യക്തി IPS ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. IAS ഉദ്യോഗസ്ഥനിരുന്ന സ്ഥലത്താണ് ഇനി IPS നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥൻ കടന്നു വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് തന്നെ ഒരുപക്ഷെ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മമതാ ബാനർജിയെ ശരിക്കും മുൾമുനയിൽ നിർത്താൻ തന്നെയാണോ ആർ എൻ രവിയെ അങ്ങോട്ട് ഗവർണറായി അയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നാലുപാടും ഉയരുന്നത്. ആർ എൻ രവി കേരള കേഡർ IPS കാരനായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വളരെ പ്രഗത്ഭനായ അല്ലെങ്കിൽ കർക്കശക്കാരനായ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പേര് കേട്ട വ്യക്തിയുമാണ്. അദ്ദേഹം കണ്ണൂരിലെ SP ആയിരുന്ന കാലത്ത് അന്ന് CPMൻ്റെ കണ്ണൂരിലെ പ്രമുഖനായ നേതാവായിരുന്ന പിണറായി വിജയന് നേരെ തോക്ക് ചൂണ്ടി എന്നുള്ളൊരു കഥ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വളരെ കർക്കശക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണ് ആർ എൻ രവി. അദ്ദേഹം ബീഹാർ സ്വദേശി കൂടിയാണ്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മമതാ ദീദിക്ക് പുതിയ ഗവർണർ വലിയൊരു പരീക്ഷണം തന്നെയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആനന്ദ ബോസ് രാജിവെച്ചത് എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. 3.5 വർഷം പൂർത്തിയാക്കി താൻ ഇനി പദവി ഒഴിയുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ പറയുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ ഉള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഒരു പക്ഷേ ആനന്ദ ബോസിനെ പോലെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന, എല്ലാവരോടും സമവായത്തോടു കൂടി പോകുന്ന ഒരു ഗവർണർ എന്നുള്ളതിനേക്കാളുപരി സംസ്ഥാന സർക്കാരുമായി തമിഴ്നാട്ടിൽ സംഭവിച്ച പോലെ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്ന ഒരു ഗവർണറെ തന്നെ നിയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പശ്ചിമ ബംഗാളിൽ ആനന്ദ ബോസ് ഗവർണറായി എത്തിയ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അദ്ദേഹത്തിനും വളരെ നല്ല ബന്ധമായിരുന്നു മമതയുമായി ഉണ്ടായിരുന്നത്. പിന്നീട് അവരുടെ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം വളരെ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. മമതാ ബാനർജിയുമായി ആനന്ദ ബോസ് വളരെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് BJPയുടെ ബംഗാൾ ഘടകത്തിലെ പലർക്കും അത്ര ഇഷ്ടമായിരുന്നില്ല എന്നുള്ള വാർത്തകളിനിടെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതൊക്കെ കാരണമായിരിക്കുമോ അദ്ദേഹം ഈ ഗവർണർ സ്ഥാനത്തിന് മാറേണ്ടി വന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ആർ എൻ രവിയെ പോലെയുള്ള ഒരു വളരെ കർക്കശക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ, അതും ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ DMKയുടെ മുഖ്യമന്ത്രിയെ വെള്ളം കുടിപ്പിച്ച അതേ ഗവർണർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നിരയിലെ വളരെ ശക്തമായ സാന്നിധ്യമായ മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്തേക്ക് അവിടുത്തെ ഗവർണർ പദവിയിലെത്തുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ രൂക്ഷമായ രീതിയിലുള്ള രാജ്ഭവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംഘർഷം മൂർച്ഛിക്കുമോ എന്നാണ് പലരും സംശയിക്കുന്നത്. ഏതായാലും മമതാ ബാനർജിയെക്കുറിച്ച് നമ്മളെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവർ വളരെ കർക്കശക്കാരിയായ ഒരു ഭരണാധികാരിയാണ്. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത, എല്ലാ കാര്യത്തിലും തൻ്റേതായ നിലപാടുള്ള, ഈയിടെ സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദിക്കാൻ വരെ ധൈര്യം കാണിച്ച ഒരു സംസ്ഥാന മുഖ്യമന്ത്രി കൂടിയാണ് മമതാ ബാനർജി. അങ്ങനെയുള്ള മമതാ ബാനർജിയെ നേരിടാൻ ഒരുപക്ഷെ ആർ എൻ രവിയെ പോലെയുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ അങ്ങോട്ട് അയക്കാം എന്നായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന കാലഘട്ടത്തിൽ മമതയുമായി അദ്ദേഹം നിരന്തരമായ ഏറ്റുമുട്ടലിൻ്റെ ഒരു പാതയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിനൊരു മാറ്റം വന്നു, അദ്ദേഹം ഉപരാഷ്ട്രപതിയെ പോവുകയും ചെയ്തു. ജഗദീപ് ധൻഖറിൻ്റെ പിൻഗാമിയായിട്ടാണ് ആനന്ദ ബോസ് അവിടെ ഗവർണറായി എത്തുന്നത്. ഏതായാലും മുൻ IAS പകരം ഇനി മുൻ IPS എത്തുമ്പോൾ, പോലീസ് വകുപ്പിലെ വളരെ കർക്കശക്കാരനായ മേധാവി എന്ന് പേര് കേട്ടിരുന്ന ഒരാൾ എത്തുമ്പോൾ പശ്ചിമ ബംഗാളിന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നതിനെ കാണേണ്ടി വരും. ഏതായാലും സി വി ആനന്ദ ബോസ് കേരളത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഒരുപക്ഷെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും വളരെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു ആനന്ദ ബോസ്. കേരള കേഡറിലുണ്ടായിരുന്ന കാലത്തൊക്കെ തന്നെ അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിൽ മികച്ച സേവനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. ഇനി അങ്ങോട്ട് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതി എന്തായിരിക്കും, അത് ചൂട് പിടിക്കുമോ, തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അത് ഇനി ഏതൊക്കെ തലങ്ങളിലേക്കായിരിക്കും കടന്നു ചെല്ലുക എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.